നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ അടുത്ത കാലത്തായി കേന്ദ്ര സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിക്കൂട്ടിലാക്കിയ ഒരു സമരമാണ് ജന്തർ മന്ദറിൽ നടന്ന CJPയുടെ സമരം. ജന്തർ മന്ദറിൽ സമരത്തിന് സത്യത്തിൽ അനുമതി ആവശ്യമാണ്. അവിടെ ഒരു പ്രതിഷേധ ഭൂമിയൊന്നുമല്ല സത്യത്തിൽ. പക്ഷേ പ്രതിഷേധങ്ങൾ പരമാവധി ഇവിടെ നടക്കാറുണ്ട്. പക്ഷേ അതിന് പോലീസിൻ്റെ അനുമതി ആവശ്യമാണ് എന്ന സാഹചര്യമുണ്ട്. 14 ദിവസങ്ങൾക്ക് മുമ്പ് ഈ സമരത്തിൻ്റെ വിശദാംശങ്ങൾ പോലീസിന് സമർപ്പിച്ചാൽ മാത്രമേ അനുമതി ലഭിക്കുകയുള്ളൂ. പക്ഷേ ഈ CJPക്ക് വളരെ പെട്ടെന്ന് തന്നെ അനുമതി ലഭിക്കുകയായിരുന്നു. കാരണം അനുമതി നൽകിയില്ല എങ്കിൽ അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിരുന്നു CJPയുടെ പദ്ധതി. വിമാനത്താവളത്തിൽ CJPയുടെ ഈ പറയുന്ന അഭിജിത് ദീപ്കെ എത്തുമ്പോൾ തന്നെ വിമാനത്താവളം വളഞ്ഞുകൊണ്ട് ഒട്ടനവധി ഈ CJP പ്രവർത്തകർ എത്തുമെന്ന് അവർ കണക്ക് കൂട്ടിയിരുന്നു. പക്ഷേ അത്രമാത്രം ആൾക്കാരൊന്നും വിമാനത്താവളത്തിൽ എത്തില്ല എന്ന് കണ്ടതോടുകൂടി അഭിഷേക് ദീപ്കെ തന്നെ തൻ്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു റിക്വസ്റ്റ് ഈ പറയുന്ന ആളുകൾക്ക് നൽകുകയായിരുന്നു. അതായത് ആരും വിമാനത്താവളത്തിലേക്ക് വരേണ്ടതില്ല എന്നാണ്. എന്നാൽ ജന്തർ മന്ദറിലേക്ക് വന്നോളൂ എന്ന് അദ്ദേഹം പറയുന്നുമുണ്ട്. ജന്തർ മന്ദറിലേക്ക് ഏതാനും ചില CJPയുടെ ആളുകൾ എത്തി, അഭിജിത് ദീപ്കെയും എത്തി. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് പ്രതിഷേധം നടത്താൻ അനുമതി വേണമെന്നാണ്. കോൺഗ്രസും രാജ്യത്തിനകത്തെ മറ്റു ചില സംഘടനകളുമെല്ലാം നോക്കിയിരുന്നത് വിമാനത്താവളത്തിൽ വന്ന് അഭിജിത് ദീപ്കെ ഇറങ്ങുമ്പോൾ തന്നെ അയാളെ അറസ്റ്റ് ചെയ്യുമെന്നുമായിരുന്നു. അറസ്റ്റ് ചെയ്തില്ല. ജന്തർ മന്ദറിൽ പ്രതിഷേധത്തിന് വരുമ്പോൾ അറസ്റ്റ് ചെയ്യുമെന്നുമായിരുന്നു. അവിടെ ജന്തർ മന്ദറിൽ പ്രതിഷേധം നടത്താനുള്ള അനുമതി നിഷേധിക്കുമെന്നുമായിരുന്നു ഇവരെല്ലാം കണക്ക് കൂട്ടിയത്. പക്ഷേ കേന്ദ്ര സർക്കാർ ഇവരുടെയൊക്കെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് 14 ദിവസത്തിന് മുമ്പ് അപേക്ഷയൊന്നും നൽകിയിട്ടില്ല എങ്കിൽ കൂടി അഭിജിത് ദീപ്കെക്ക് ഈ പറയുന്ന ജന്തർ മന്ദറിൽ പ്രതിഷേധം നടത്താൻ അനുമതി നൽകുകയായിരുന്നു. എന്നാൽ അവിടെ പ്രതിഷേധം നടന്നു. ആ പ്രതിഷേധത്തിൽ വലിയ ജനപങ്കാളിത്തമൊന്നും ഉണ്ടായിരുന്നില്ല. വാങ്ചുക്ക് വരുന്നു, നിരാഹാരം തുടങ്ങുന്നു. വാങ്ചുക്കിനെ ഏറ്റവും ഒടുവിൽ അവിടെ നിന്നും ആരോഗ്യനില വഷളായതിനെ തുടർന്ന് തൂക്കി മാറ്റി ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മാത്രമാണ് പാറ്റകളുടെ സമരത്തിന് കുറച്ചെങ്കിലും ആളുകൾ എത്തി തുടങ്ങിയത്. പക്ഷേ പാറ്റകൾ ഈ കഴിഞ്ഞ 20-ാം തീയതി വലിയ ഞെട്ടൽ തന്നെ ഈ കേന്ദ്ര സർക്കാരിന് നൽകി. അവർ പാർലമെന്റ് മാർച്ച് സംഘടിപ്പിച്ചു. പാർലമെന്റ് മാർച്ചിനിടയിൽ വലിയ അക്രമമുണ്ടായി. ആ അക്രമം നേരിടാൻ ദില്ലി പോലീസ് നിർബന്ധിതരായി. ഇതിൻ്റെ ഭാഗമായി ചില വിവാദങ്ങളൊക്കെ ഉണ്ടായി. പെല്ലറ്റ് ഗണ്ണുകളടക്കം ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നങ്ങൾ ഇപ്പോഴും സൃഷ്ടിക്കുന്നുണ്ട്. ഈ ഒരു സംഘർഷത്തിൻ്റെ പേരിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പാർലമെന്റ് നടപടിക്രമങ്ങൾ നിരന്തരം പ്രതിപക്ഷം അലങ്കോലപ്പെടുത്തുകയുമാണ്. എന്നാൽ ഈ BJPയുടെ തന്നെ ഒരു വിഭാഗം പറയുന്നത് FCRA ഭേദഗതി ബില്ല് അത് പാർലമെന്റിൽ വരാൻ പോവുകയാണ്. ഈ FCRA ഭേദഗതി ബില്ല് എങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്തുക എന്നൊരു ഉദ്ദേശമാണ് ഇവർക്കുള്ളത്. ഇതിൻ്റെ ഭാഗമായി സഭയ്ക്കകത്തും പുറത്തും വലിയ ലഹളയും ബഹളങ്ങളും സൃഷ്ടിക്കാൻ പ്രതിപക്ഷവും മറ്റു ചില സംഘടനകളും ശ്രമിക്കുന്നുണ്ട്. CAA വിരുദ്ധ സമരം കണക്കെ FCRA വിരുദ്ധ സമരം രാജ്യത്ത് കൊണ്ടുവരാനാണ് പലരും ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ജന്തർ മന്ദറിൽ പ്രതിഷേധത്തിന് അഖിലേന്ത്യാ ദളിത് ക്രിസ്ത്യൻ അവകാശ സംരക്ഷണ സമിതി ഇത്തരത്തിൽ ഒരു പ്രതിഷേധത്തിന് അനുമതി വാങ്ങുന്നു. കേരളത്തിൽ നിന്നുള്ള അടക്കമുള്ള ചില സംഘടനകളാണ് ഈ പ്രതിഷേധത്തിന് പിന്നിലെന്ന് കേന്ദ്രം മനസ്സിലാക്കുന്നു. അവർ അനുമതി നൽകിയില്ല. ദില്ലി ഹൈക്കോടതിയിൽ ഈ സംഘടന സമീപിക്കുകയാണ്. തങ്ങൾക്കിതാ ഈ പ്രതിഷേധത്തിന് അനുമതി നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു ഹർജി ഈ പറയുന്ന സംഘടന ദില്ലി ഹൈക്കോടതിക്ക് നൽകുന്നു. ആ ഹർജി പരിഗണിച്ച ഹൈക്കോടതി ഈ സംഘടന വിചാരിച്ചത് ജനാധിപത്യപരമായ സമരം അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അതുകൊണ്ട് ജന്തർ മന്ദർ എത്രയും വേഗം ഇവർക്ക് സമരം ചെയ്യാൻ നൽകണമെന്ന് പോലീസിനോട് എന്നായിരുന്നു. പക്ഷേ ദില്ലി ഹൈക്കോടതിയുടെ ചോദ്യം ആ ദിശയിലേക്കായിരുന്നില്ല. എന്തുകൊണ്ട് ഈ ജന്തർ മന്ദർ വരുന്നവർക്കും പോകുന്നവർക്കുമെല്ലാം സമരം ചെയ്യാൻ അനുവദിക്കുന്നു എന്നാണ് ഇന്ന് കോടതി ദില്ലി പോലീസിനോട് ചോദിച്ചത്. മാത്രമല്ല ജന്തർ മന്ദർ ഇനിയെങ്കിലും അടച്ചുപൂട്ടണം, അവിടെ ഒരു പ്രതിഷേധ വേദിയാകരുത്. അങ്ങനെ പ്രതിഷേധ വേദിയാക്കിയതിൻ്റെ പേരിലാണ് പാർലമെന്റിനും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ വസതിയുടെ സുരക്ഷയ്ക്കുമടക്കം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഈ സമരത്തിൽ നുഴഞ്ഞു കയറി പലരും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഇത് തന്ത്രപ്രധാനമായ ഒരു ഭാഗമായതുകൊണ്ടാണ്. പാകിസ്ഥാനിലെ ISI അടക്കം ഈ സമരത്തിനുള്ളിൽ നുഴഞ്ഞു കയറി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ്. പശ്ചിമ ബംഗാൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തുവിട്ടിരുന്നു. പിന്നാലെ പഞ്ചാബ് പോലീസും 9 പേരെ അറസ്റ്റ് ചെയ്തു എന്ന തരത്തിലുള്ള വിശദാംശങ്ങളും പുറത്തുവിട്ടിരുന്നു. ഇതെല്ലാം കോടതിയുടെ പരിഗണനയിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ജന്തർ മന്ദർ അടച്ചുപൂട്ടി മറ്റൊരു പ്രതിഷേധ കേന്ദ്രം ദില്ലിയിൽ എവിടേക്കെങ്കിലും തുറന്നു കൊടുക്കണമെന്ന അഭിപ്രായം
ഇപ്പോൾ ദില്ലി ഹൈക്കോടതി മുന്നോട്ട് വച്ചിരിക്കുകയാണ്. തീർച്ചയായും പോലീസ് ഇത് കേട്ട് മിണ്ടാതെ നിൽക്കുമെന്ന് തോന്നുന്നില്ല. വരും ദിവസങ്ങളിൽ ജന്തർ മന്ദർ അടച്ചിടാനുള്ള സാധ്യതയുണ്ട്. ജന്തർ മന്ദറിൽ പ്രതിഷേധം എന്നത് ഇനി വരും കാലങ്ങളിൽ ഒരു സ്വപ്നമായി മാറും. ദില്ലിയിലെ സുരക്ഷിതമായ മറ്റേതെങ്കിലും പ്രദേശത്ത് ഒരുപക്ഷെ സമരം നടത്തി പിരിഞ്ഞു പോകാനുള്ള അവസരം ലഭിച്ചേക്കാം. അധികൃതർ ഇത് പരിശോധിച്ചു വരികയാണ്. എന്തായാലും ജന്തർ മന്ദറിനെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ജന്തർ മന്ദറിനെ ഒരു സമ്മർദ്ദ ശക്തിയാക്കി മാറ്റിക്കൊണ്ട്, ജന്തർ മന്ദറിന്റെ പേരിൽ നഗരത്തിൽ മുഴുവൻ കലാപം അഴിച്ചുവിടാനുള്ള പല ശക്തികളുടെയും ഒരു താല്പര്യമാണ് ഇതോടുകൂടി തകർക്കപ്പെടുന്നത്. ജന്തർ മന്ദറിലെ സമരത്തിന്റെ പേരിൽ ഒരു നഗരത്തെ മുഴുവൻ ഇങ്ങനെ ജനജീവിതം സ്തംഭിപ്പിക്കുന്നത് എന്തിനാണ് എന്നാണ് ഇന്ന് ദില്ലി ഹൈക്കോടതി ദില്ലി പോലീസിനോട് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായും അക്കാര്യത്തിലേക്കായിരിക്കും ഇനി കാര്യങ്ങൾ നടക്കാൻ പോവുക. കാരണം ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാരിന് ഒന്നും നോക്കാനില്ല. കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നു. കോടതി തന്നെ ഈ ജന്തർ മന്ദറിലെ പ്രതിഷേധം എന്തിനനുവദിക്കുന്നു എന്ന് ചോദിച്ചിരിക്കുന്നു. ഇനി സർക്കാരിന് ഉറപ്പായിട്ടും ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കാനുള്ള അപേക്ഷകൾ നിരസിക്കാൻ കഴിയും. ആ പോലീസിന്റെ നിർദ്ദേശം മറികടന്നുകൊണ്ട് ആരെങ്കിലും ജന്തർ മന്ദറിൽ എത്തിയാൽ അടിച്ചോടിക്കാൻ ഇനിയിപ്പോൾ ദില്ലി പോലീസിന് അവകാശം ലഭിച്ചിരിക്കുകയാണ്. ഈ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും ഒരു പഴയ സമരവേദിയായി ജന്തർ മന്ദർ മാറും. ജന്തർ മന്ദറും അതുപോലെ തന്നെ മറ്റു പരിസര പ്രദേശങ്ങളിലും ഈ സമരവും മുദ്രാവാക്യങ്ങളും മുഴങ്ങില്ല. പകരം ദില്ലിയിലെ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് സമര കോലാഹലം അല്ലെങ്കിൽ സമരത്തിന്റെ വേദി മാറുകയാണ്.